ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മൺഡേ നമ്മൾ CBTയുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയത് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ ഇന്ന് തേർഡ് പാർട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ തന്നെ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾ ആർ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് എക്സെപ്റ്റ്. താഴെ പറയുന്നവയിൽ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടർ അല്ലാത്തത്. കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബീസിറ്റി, സെക്കൻഡ് ഓപ്ഷൻ സ്മോക്കിംഗ്, തേർഡ് ഓപ്ഷൻ ഹൈ ബ്ലഡ് പ്രഷർ, ഫോർത്ത് ഓപ്ഷൻ ഫീമെയിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഫീമെയിൽ അല്ല ഒരു റിസ്ക് ഫാക്ടർ അല്ല ഫീമെയിൽസ് എന്ന് പറയുന്നത്, മെയിലാണ് കൂടുതലായിട്ട് റിസ്ക് ഫാക്ടറിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അറ്റ് എ ഗ്രേറ്റർ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് കൊറോണറി ആർട്ടറി ഡിസീസ്. അപ്പോൾ ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും മറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുക നന്നായിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ മെയിൽ ഒബേസ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സെക്കൻഡ് ഫീമെയിൽ ഒബേസ് നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, തേർഡ് ഫീമെയിൽ ഒബേസ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്കറിയാം ഫീമെയിൽ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പം മെയിൽ ഒബേസ് ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് പോപ്പുലേഷൻ ഗ്രൂപ്പ് ഈസ് അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് കാർഡിയോവാസ്കുലർ ഡിസീസ് എക്സെപ്റ്റ്. ഞാൻ പറഞ്ഞില്ല എക്സെപ്റ്റ് അല്ലെങ്കിൽ ഓൾ ബട്ട് വൺ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അല്ലാത്തത് എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഒബേസ് മെയിൽ ഡയബറ്റിക് ഹൈപ്പർടെൻസീവ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സെക്കൻഡ് ഫീമെയിൽ 40 ഫെർട്ടൈൽ, തേർഡ് സ്മോക്കർ ഡയബറ്റിക് ആൻഡ് ആൽക്കഹോളിക്, ഫോർത്ത് ഡ്രഗ് യൂസർ മെയിൽ ആൻഡ് ഹൈപ്പർടെൻസീവ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ കൂടുതലായിട്ടുള്ള കുറച്ചും കൂടി റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. ഡയബറ്റിക്കും അതുപോലെ തന്നെ ആൽക്കഹോളിക്കും അതുപോലെ ഡ്രഗ് യൂസറും. ഇത് മൂന്നും ശരിക്കും പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ അല്ലാതെ വരുന്നത് ഫീമെയിൽ വരുന്ന ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഫീമെയിൽ 40 ആൻഡ് ഫെർട്ടൈൽ ഇത് യാതൊരു ബന്ധമില്ലാത്ത റിസ്ക് ഫാക്ടർ അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ബട്ട് വൺ അല്ലെങ്കിൽ എക്സെപ്റ്റ് ആയതുകൊണ്ട് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോപ്പുലേഷൻ ഗ്രൂപ്പ് ഈസ് അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് കാർഡിയോവാസ്കുലർ ഡിസീസ്. സെയിം നേരത്തെ തന്നിട്ടുള്ള അതേപോലെ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുള്ള ഓപ്ഷൻസ് ആണെന്ന് മാത്രം. ഓക്കെ, ആൻസർ ഞാൻ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് പല തരത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒബേസ് അല്ലെങ്കിൽ അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈല്, മെയില്, ആൽക്കഹോളിക്, സ്മോക്കർ, ഡ്രഗ് യൂസർ, ഇതെല്ലാം അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്, ഇതെല്ലാം കൊറോണറി ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഹൂ എമംഗ് ദ ലിസ്റ്റ് ബിലോ ആർ മോർ പ്രോൺ ടു കൊറോണറി ആർട്ടറി ഡിസീസ്. സെയിം ക്വസ്റ്റ്യൻ വേറെ തരത്തിലാണ് മാത്രം. മോർ പ്രോൺ എന്ന് പറയുമ്പോൾ അത് തന്നെ റിസ്ക് ഫാക്ടർ ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ഹൈപ്പോടെൻഷൻ, സ്മോക്കർ, DM, ഒബേസ് വുമൺ, നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. സെക്കൻഡ് ഹൈപ്പോടെൻഷൻ, സ്മോക്കർ, DM, ഒബേസ് മെൻ വിത്ത് നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. തേർഡ് ഹൈപ്പർടെൻഷൻ, സ്മോക്കർ, ഒബേസ് മെൻ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. നമുക്കറിയാം രണ്ടെണ്ണത്തിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷനിൽ ഹൈപ്പോ ടെൻഷൻ ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ, സ്മോക്കർ, ഒബേസ് മെൻ ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ബെസ്റ്റ് സൈറ്റ് ടു ചെക്ക് ഫോർ എഡിമ. എഡിമ ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈറ്റ് ഏതാണ്? ഫസ്റ്റ് വൺ ഐസ്, സെക്കൻഡ് ലങ്സ്, തേർഡ് അബ്ഡോമൻ, ഫോർത്ത് ആംഗിൾ ഓർ ഫൂട്ട്. നമുക്കറിയാം നമ്മൾ എപ്പോഴും എഡിമ നോക്കുക എപ്പോഴും ഫീറ്റിലാണ് അല്ലേ. ആംഗിൾ ഓർ ഫൂട്ട് എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. ആംഗിൾ എഡിമയാണ് നമ്മൾ നോക്കാറ്. ദെൻ മിസ്സിസ് റെഡ് ഈസ് കംപ്ലൈനിങ് ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. On assessment, her legs are swollen, indicative of tissue edema. What do you think is the possible cause of this? അപ്പോൾ പേഷ്യൻ്റ് എന്താണുള്ളത്? ലെഗ്സ് സ്വള്ളനാണ്. ഓക്കെ, എഡിമയാണ്, ടിഷ്യൂ എഡിമയാണ് കാണിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്നതിൽ എന്താവാനാണ് ചാൻസ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്ത് കേസ് ആവാനാണ് ചാൻസ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, സെക്കൻഡ് വൺ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, തേർഡ് വൺ റീനൽ ഫെയിലിയർ, ഫോർത്ത് വൺ ലിവർ ഫെയിലിയർ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ലെഗ്സ് രണ്ടും സ്വള്ളനാണെന്നാണ് പറയുന്നത്. ലെഗ്സ് ആർ സ്വള്ളൻ എന്നാണ് പറയുന്നത്. ഇൻഡിക്കേറ്റീവ് ഓഫ് ടിഷ്യൂ എഡിമ എന്നാണ് പറയുന്നത്. ഇത് ഏത് പോസിബിൾ കോസ് ഓഫ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടോ. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ.
Then next one, Alan Smith has history of congestive heart failure. He has also been complaining of general weakness. After taking his physical observations, you have noticed that he has pitting edema on both feet. Which of the following is incorrect? Incorrect ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബോത്ത് ഫീറ്റിലും പിറ്റിംഗ് എഡിമ ഉണ്ട്. അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ദ വാട്ടർ പിൽ ക്യാൻ ബി പ്രിസ്ക്രൈബ് ടു മാനേജ് ഫ്ലൂയിഡ് റിട്ടൻഷൻ. സെക്കൻഡ് വൺ, ലാസിക്സ് ക്യാൻ ബി പ്രിസ്ക്രൈബ് ഫോർ ദ പിറ്റിംഗ് എഡിമ. തേർഡ് വൺ, ഫ്യൂറിസിമൈഡ് ആൻഡ് ഡിജോക്സിൻ ക്യാൻ ബി കമ്പൈൻഡ് ഫോർ പേഷ്യൻസ് വിത്ത് CHF എന്ന് പറഞ്ഞാൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. Fourth one, furosemide will increase Alan's blood pressure and lessen the pitting edema. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം? എന്താണ് ആൻസർ? ഫ്യൂറോസിമൈഡ് എന്നത് ലാസിക്സ് തന്നെ കേട്ടോ. വേറെ പേരാണ് അതിൻ്റെ. ലാസിക്സ് അല്ലെങ്കിൽ ഫ്യൂറോസിമൈഡ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഡയറക്റ്റിക് ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ അലൻസ് ബ്ലഡ് പ്രഷർ ആൻഡ് ലെസൻസ് പിറ്റിംഗ് എഡിമ കുറയ്ക്കുന്നുള്ള കാര്യം ശരിയാണ്. കാരണം എന്താണ്, ഡയറക്റ്റിക് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എഡിമ കുറയും. പക്ഷെ അലൻ്റെ ബ്ലഡ് പ്രഷർ കൂട്ടുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ബ്ലഡ് പ്രഷർ കൂടുകയല്ല ചെയ്യുന്നത്, ബ്ലഡ് പ്രഷർ കുറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കുക. വാട്ടർ പിൽ ക്യാൻ ബി പ്രിസ്ക്രൈബ് ടു മാനേജ് ഫ്ലൂയിഡ് റിട്ടൻഷൻ, ശരിയാണ്. ലാസിക്സ് ക്യാൻ ബി പ്രിസ്ക്രൈബ് ഫോർ ദ പിറ്റിംഗ് എഡിമ, അതും കറക്റ്റാണ്. ഫ്യൂറിസിമൈഡ് ആൻഡ് ഡിജോക്സിൻ ക്യാൻ ബി കമ്പൈൻഡ് ഫോർ പേഷ്യൻസ് വിത്ത് CHF. നമ്മൾ CHF ഉള്ള പേഷ്യൻറ്റ് ഡിജോക്സിനും ഫ്യൂറിസിമൈഡ് ഒന്നിച്ച് കൊടുക്കും. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഫ്യൂറിസിമൈഡ് വിൽ ഇൻക്രീസ് അലൻസ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലിയർ. ഓൺ അസസ്മെന്റ്, the nurse notes that the patient is dyspneic and crackles are audible on auscultation. What additional signs would the nurse expect to note in the client if excess fluid volume is present? പേഷ്യൻറ്റിൻ്റെ കേസ് നോക്കാം. പേഷ്യൻ്റ് എന്താണ്? പേഷ്യൻ്റ് ഡിസ്നിക് ആണ്. ഡിസ്നിക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് ആൻഡ് ക്രാക്കിൾസ് ആർ ഓഡിബിൾ. ക്രാക്കിൾ സൗണ്ട് കേൾക്കാനുണ്ട് ഓസ്കൾട്ടേഷനിൽ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ എന്തൊക്കെയാണ് ഒരു ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ കാണുന്ന സയൻസ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, വെയിറ്റ് ലോസ്. സെക്കൻഡ് വൺ, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻസ്. തേർഡ് വൺ, ആൻ ഇൻക്രീസ് ഇൻ BP. ഫോർത്ത് വൺ, ഡിക്രീസ് സെൻട്രൽ വീനസ് പ്രഷർ. എന്തായിരിക്കും ആൻസർ? ഇൻക്രീസ് ഇൻ BP ആയിരിക്കും കേട്ടോ. കാരണം എന്താണ്, വെയിറ്റ് ലോസ് ആണ് വരിക. അല്ല, ഫ്ലൂയിഡ് വോളിയം എക്സസ് വരുമ്പോൾ ഇപ്പോഴും എഡിമ വരും. അപ്പോൾ എന്താണ്, വെയിറ്റ് ഗെയിൻ ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻസ്. ഫ്ലാറ്റ് ആയിരിക്കുമോ? അല്ല, ഒരിക്കലും ഇല്ല. എന്താണ്, ഫ്ലൂയിഡ് വോളിയം എക്സസ് വരുമ്പോൾ വെയിൻസ് ഒക്കെ നല്ല ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുക, ഫ്ലാറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ, ഡിക്രീസ് സെൻട്രൽ വീനസ് പ്രഷർ. ഒരിക്കലും അല്ല, എപ്പോഴും എന്താണ്, പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷറാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. Next one, the nurse is assigned to care for a group of patients. On review of the patient's medical records, the nurse determines that which patient is at risk for fluid volume excess. അപ്പോൾ താഴെ പറയുന്ന ഏത് ഓപ്ഷനാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഏത് പേഷ്യൻ്റ് ആണ് അറ്റ് റിസ്ക് ഫോർ ഫ്ലൂയിഡ് വോളിയം എക്സസ്? ഫ്ലൂയിഡ് വോളിയം എക്സസ് ഇനി ചാൻസ് കൂടുതലുള്ള പേഷ്യൻ്റ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ പേഷ്യൻറ്റ് ടേക്കിംഗ് ഡയൂററ്റിക്സ്. സെക്കൻഡ് ഓപ്ഷൻ, ദ പേഷ്യൻറ്റ് വിത്ത് കിഡ്നി ഡിസീസ്. തേർഡ് വൺ, ദ പേഷ്യൻറ്റ് വിത്ത് ആൻ ഇലിയോസ്റ്റോമി. ഫോർത്ത് വൺ, ദ പേഷ്യൻറ്റ് ഹു റിക്വയർസ് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സക്ഷനിങ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ, ദ പേഷ്യൻറ്റ് ഈസ് ടേക്കിംഗ് ഡയററ്റിക്. ഡയററ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂറിൻ്റെ അളവ് കൂടാൻ കൊടുക്കുന്നതാണ് ഡയററ്റിക്സ് അല്ലേ. അപ്പോൾ ഡയററ്റിക്സ് കൊടുക്കുമ്പോൾ യൂറിൻ്റെ എലിമിനേഷൻ കൂടാന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലൂയിഡ് വോളിയം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്ലൂയിഡ് വോളിയം എക്സസിനുള്ള ചാൻസ് ഇല്ല. ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആണ് വരുന്നത്, ഡീഹൈഡ്രേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതല്ല ആൻസർ എന്ന് മനസ്സിലായി. നമുക്ക് ഫ്ലൂയിഡ് വോളിയം എക്സസ് ഉള്ള പേഷ്യൻ്റ് റിസ്ക് ഫോർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നത് ദ പേഷ്യൻറ്റ് വിത്ത് കിഡ്നി ഡിസീസ്. അപ്പോൾ അതിനുള്ള അത് ഒരു ആൻസർ ആണ്. അപ്പോൾ ശരിക്കും ആൻസർ ഇവിടെ വരുന്നത് ദ പേഷ്യൻറ്റ് വിത്ത് കിഡ്നി ഡിസീസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഓപ്ഷൻസും കൂടി വായിക്കാതെ ഇങ്ങനെ അല്ല എന്ന് ആയിരുന്നു കേട്ടോ. ദ തേർഡ് വൺ ദ പേഷ്യൻറ്റ് വിത്ത് ഇലിയോസ്റ്റോമി അല്ലെങ്കിൽ കൊളോസ്റ്റോമിക്കുള്ള പേഷ്യൻസിന് ഒരിക്കലും ഫ്ലൂയിഡ് എക്സസ് വരില്ല. എങ്ങനെയാണ്, ഇലിയോസ്റ്റോമിയും കൊളോസ്റ്റോമിയും ഒക്കെ വരുമ്പോൾ നമ്മളവിടെ പിന്നെ ഫ്ലൂയിഡ് ലോസ് വരുന്നുണ്ട് അല്ലേ. ഇലിയോസ്റ്റോമി അതുപോലെ കൊളോസ്റ്റോമി ഒക്കെ വരുമ്പോൾ കൂടുതൽ ഫ്ലൂയിഡ് ലോസിനുള്ള ചാൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഫ്ലൂയിഡ് എക്സസ് വരില്ല. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ദ പേഷ്യൻറ്റ് ഹു റിക്വയർസ് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സക്ഷനിങ്. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സക്ഷനിങ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ വരുന്നത്, ഫ്ലൂയിഡ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ സക്ഷനിങ്, ഇലിയോസ്റ്റോമി അല്ലെങ്കിൽ കൊളോസ്റ്റോമി അതുപോലെ ഡയറോട്ടിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരിക്കലും ഫ്ലൂയിഡ് വോളിയം എക്സസ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ കിഡ്നി ഡിസീസ് ആണെങ്കിൽ എന്താണ്, കിഡ്നിയുടെ റെഗുലേഷൻ അല്ലെങ്കിൽ കിഡ്നി ബ്ലഡ് പ്രഷറും അതുപോലെ വോളിയം ഫ്ലൂയിഡ് വോളിയം ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തായിരിക്കും, വോളിയം
എക്സസ് ആവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പേഷ്യൻറ്റ് വിത്ത് കിഡ്നി ഡിസീസ് ആയിരിക്കും ഫ്ലൂയിഡ് വോളിയം എക്സസിനുള്ള ചാൻസ് കൂടുതലുള്ള പേഷ്യൻറ്റ്. നെക്സ്റ്റ് വൺ എന്നാൽ പേഷ്യൻറ്റ് എക്സ്പീരിയൻസ്ഡ് സെൻസേഷൻ ഓഫ് ഫ്ലട്ടറിങ് ഇൻ ഹിസ് ചെസ്റ്റ്, ലൈറ്റ് ഹെഡഡ്നെസ് ആൻഡ് ചെസ്റ്റ് പെയിൻ. The doctor diagnosed him with atrial fibrillation. What is atrial fibrillation? എന്താണ് atrial fibrillation എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, a rare, rapid and disorganized rhythm of heartbeats that rapidly leads to loss of consciousness and sudden death if not treated. Immediately. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, എപ്പിസോഡ്സ് ഓഫ് abnormally fast heart rate at rest. Then next, the heart beats more slowly than normal and can cause people to collapse. Last one, a heart condition that causes an irregular and often abnormally fast heart rate. നമുക്കറിയാം എന്താണ് atrial fibrillation എന്ന് പറയുമ്പോൾ ഹാർട്ട് കണ്ടീഷൻ ദാറ്റ് കോസസ് ആൻ ഇറഗുലർ ആൻഡ് ഓഫൺ അബ്നോർമലി ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ ഓപ്ഷൻ അല്ല, atrial fibrillation അല്ല കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ഇൻ ഇൻ്റർപ്രറ്റിംഗ് ECG റിസൾട്ട്സ് ഇഫ് ദർ ഇസ് ക്ലിയർ എവിഡൻസ് ഓഫ് ഏട്രിയൽ ഡിസ്റപ്ഷൻ ദിസ് ഇസ് ഇൻട്രപ്റ്റഡ് ആസ്. എന്താണ് ഏട്രിയൽ ഡിസ്റപ്ഷൻ ൻ്റെ ഒരു ക്ലിയർ എവിഡൻസ് ഉണ്ട് ECGയിലെങ്കിൽ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, കാർഡിയക് അറസ്റ്റ്. സെക്കൻഡ് വൺ, വെൻട്രിക്കുലർ ടാക്കികാർഡിയ. തേർഡ് വൺ, ഏട്രിയൽ ഫിബ്രിലേഷൻ. ഫോർത്ത് വൺ, കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് ദ ഹാർട്ട്. അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ഏട്രിയൽ ഡിസ്റപ്ഷൻ ആണെങ്കിൽ എന്താണ് ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, എ ക്ലയൻറ്റ് ഈസ് ഹാവിംഗ് ഡയഗ്നോസ്ഡ് ഏട്രിയൽ ആക്ടിവിറ്റി, ഐഡൻറ്റിഫൈ ദ ECG. അപ്പോൾ നമുക്ക് ECG തന്നിട്ടാണെങ്കിൽ അത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഒത്തിരി ECG അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ECG പാറ്റേൺസ് മനസ്സിലാക്കി വയ്ക്കുക. ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടാക്കികാർഡിയ, അതുപോലെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അസിസ്റ്റോൾ എങ്ങനെയായിരിക്കും, അതുപോലെ മറ്റേ മെയിനായിട്ട് ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടാക്കികാർഡിയയും അസിസ്റ്റോളൊക്കെ ആട്ടോ വരാറുള്ളത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏട്രിയൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ് ആൻസർ വന്നത്. നെക്സ്റ്റ്, ഇഫ് ടോണീസ് ഹാർട്ട് റേറ്റ് സ്ലോസ് ഡൗൺ ദിസ് ഇസ് റെഫർ ടു ആസ്. അപ്പോൾ നമുക്കറിയാം ഹാർട്ട് റേറ്റ് കുറയുന്ന കണ്ടീഷനാണ് എന്ത്? ബ്രാഡികാർഡിയ. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്ന ഹൈപ്പോടെൻഷൻ, ബ്രാഡി, ടാക്കി. അപ്പോൾ എന്തായിരിക്കും? ബ്രാഡികാർഡിയ പറയുമ്പോൾ ഹാർട്ട് റേറ്റ് കുറവുള്ള അവസ്ഥ, ടാക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർട്ട് റേറ്റ് കൂടുതലുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ ബ്രാഡികാർഡിയ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു എ ഡിക്രീസ്ഡ് പൾസ് റേറ്റ് ഓർ ഹാർട്ട് റേറ്റ്? സെയിം പൾസ് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ പറയുന്നത് എന്താണ്? ബ്രാഡികാർഡിയ. സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് ഒന്ന് ചേഞ്ച് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് സെയിം ഇത് തന്നെയാണ്, അർത്ഥമൊക്കെ എന്താണെന്ന് സെയിം ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഏട്രിയൽ ഫിബ്രിലേഷൻ? എന്താണ് ഏട്രിയൽ ഫിബ്രിലേഷൻ? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇറഗുലർ ആൻഡ് ഓഫൺ അബ്നോർമലി ഫാസ്റ്റ് ഹാർട്ട് റേറ്റ്. അത് എന്താ പറയുക, അത് പലതരത്തിൽ ഈ ഫാസ്റ്റ് ഹാർട്ട് റേറ്റിന് പകരം സ്ലോ ഹാർട്ട് റേറ്റ് തന്നിട്ടുണ്ട്, ഇറഗുലറിന് പകരം റെഗുലറിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ ഇറഗുലർ ഹാർട്ട് റേറ്റ് ആയിരിക്കും, ഓഫൺ ആയിട്ട് എന്തായിരിക്കും? ചിലപ്പം അബ്നോർമലി ഫാസ്റ്റ് ഹാർട്ട് റേറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എ പേഷ്യൻറ്റ് നോട്ട് ഹാവ് ഇഫ് ദേ ഹാവ് എ പേസ് മേക്കർ ഇൻ സിറ്റു? ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പേസ് മേക്കർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ താഴെ പറയുന്നതിൽ ഏതാണ് ചെയ്യാൻ പറ്റാത്ത കാര്യം? ഏതൊരു ഡയഗ്നോസിസ് ആണ്? അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻസ് എക്സ്റേ, ബേരിയം സോളോ, CT ആൻഡ് MRI. ഓഫ് കോഴ്സ് എന്താണ് MRI? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. അതായത് MRI നമ്മൾ ഒരിക്കലും പെർമനൻറ്റ് പേസ് മേക്കർ ഉള്ള പേഷ്യൻസ് നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലാന്റ്സോ അല്ലെങ്കിൽ ഡെഞ്ചേഴ്സോ ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് മാഗ്നറ്റിക് ഫീൽഡിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ MRI ആണ് അങ്ങനത്തെ പേഷ്യൻസിന് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഫൈൻഡിങ് ഷുഡ് ദ നേഴ്സ് റിപ്പോർട്ട് ടു ദ പ്രൊവൈഡർ പ്രയർ ടു എ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്? അതായത് MRIക്ക് മുന്നേ നമ്മൾ ഒരു കാര്യം, അതായത് നേഴ്സ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്. ആൻസർ അത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാൻ നല്ല ഓപ്ഷൻ വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഹിസ്റ്ററി ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. സെക്കൻഡ്, അലർജി ടു അയോഡിൻ ആൻഡ് ഷെൽഫിഷ്. തേർഡ് വൺ, പെർമനൻറ്റ് പേസ് മേക്കർ ഇൻ പ്ലേസ്. ഫോർത്ത് വൺ, അലർജി ടു ഡയറി പ്രൊഡക്ട്സ്. നമുക്കറിയാം അല്ലേ, അലർജി ടു ഡയറി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ അലർജി ടു അയോഡിനൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്ങിന് അയോഡിനോ ഷെൽഫിഷ് അടങ്ങിയതോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സോ അവരുടെ അലർജി പ്രോബ്ലം അല്ല. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള പേഷ്യൻസ് നമുക്ക് മാഗ്നറ്റിക് റെസൊണൻസ് ചെയ്യാം, നോ പ്രോബ്ലം. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? നമ്മുടെ പെർമനൻറ്റ് പേസ് മേക്കർ ഇൻ പ്ലേസ്. അതായത് പെർമനൻറ്റ് പേസ് മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫേസസ് ഓഫ് കൊറോക്കോഫ് സൗണ്ട്സ് ആർ ദർ? ഇത് ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കൊറോക്കോഫ് സൗണ്ട് 5 ഫേസസ് ആണുള്ളത് കേട്ടോ. ഫേസസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. 5 ഫേസസ് ആണ് കൊറോക്കോഫ് സൗണ്ട്സിനുള്ളത് കേട്ടോ. ഇനി CVP ലൈൻ മെഷേഴ്സ്. CVP അതായത് സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? എവിടുത്തെ പ്രഷറാണ് നമുക്ക് കിട്ടുന്നത്?
പ്രഷർ ഇൻ ഏട്രിയം കേട്ടോ. പ്രഷർ ഇൻ ഏട്രിയം ആണ് CVP, സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് വെറുതെ വായിക്കാം. പ്രഷർ ഇൻ റൈറ്റ് ഏട്രിയം, പൾമണറി ആർട്ടറീസ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, വീന കാവ. അപ്പോൾ എന്താണ് പ്രഷർ ഇൻ റൈറ്റ് ഏട്രിയം ആണ് ആൻസർ വരുന്നത്. സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ പ്രഷർ ഇൻ ദ റൈറ്റ് ഏട്രിയം. Next question, while changing tubing and cap change on a patient with central line on right subclavian, what should the nurse do to prevent complication? എന്താണ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിൻ്റെ സെൻട്രൽ ലൈൻ അതായത് റൈറ്റ് സബ്ക്ലേവിയനിലുള്ള സെൻട്രൽ ലൈനാണ് പേഷ്യൻറ്റിൻ്റെ, അതിൻ്റെ ക്യാപ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് സ്റ്റാഫ് എന്താണ് പറയേണ്ടത്? ഓക്കെ, ഫസ്റ്റ് വൺ, ആസ്ക് ദ പേഷ്യൻറ്റ് ടു ബ്രീത്ത് നോർമലി. Second one, ask the patient to hold the breath and bear down, inhale slowly. അപ്പോൾ 2 ഓപ്ഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? പേഷ്യൻറ്റിനോട് ആസ്ക് ദ പേഷ്യൻറ്റ് ടു ഹോൾഡ് ദ ബ്രീത്ത് ആൻഡ് ബിയർ ഡൗൺ. അതാണ് ആൻസർ. എന്താണ് ഇപ്പോൾ എംബോളിസം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, prothrombin time is essential during the anticoagulation therapy. In oral anticoagulation therapy, which test is essential? അപ്പോൾ ഏത് ടെസ്റ്റാണ്? അതായത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ആക്ടിവേറ്റഡ് ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, അതായത് ATT. സെക്കൻഡ് വൺ, പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, അതായത് PTT. തേർഡ് വൺ, ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ, അതായത് INR. അപ്പോൾ ഏതാണ് നമ്മൾ ഒരു ആൻറ്റികോയാഗുലേഷൻ തെറാപ്പിയുള്ള പേഷ്യൻറ്റിനെ എസെൻഷ്യലായിട്ട് നോക്കേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ കേട്ടോ. ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ് നമ്മൾ ഒരു ഓറൽ ആൻറ്റികോയാഗുലേഷൻ തെറാപ്പി എടുക്കുന്ന പേഷ്യൻറ്റിൻ്റെ നോക്കേണ്ട, INR. Then to effectively plan the next one, to effectively plan the therapy for Jenny, which of the following indicator will you consider taking together with prothrombin time? Prothrombin time പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് വൺ ആക്ടിവേറ്റഡ് prothrombin time, സെക്കൻഡ് വൺ ബ്ലീഡിംഗ് ടൈം, തേർഡ് വൺ ത്രോംബിൻ ടൈം, ഫോർത്ത് വൺ INR. അപ്പോൾ എപ്പോഴും PT INR ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക നമ്മൾ നോക്കേണ്ട കാര്യം, ചെക്ക് ചെയ്യേണ്ടത് PT ആൻഡ് INR ആണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ദെൻ പ്രിസൈസ് ഇൻഡിക്കേറ്റർ ഓഫ് ആൻറ്റികോഗുലേഷൻ സ്റ്റാറ്റസ് വെൻ ഓൺ ഓറൽ ആൻറ്റികോഗുലൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് തിരിച്ച് ചോദിച്ചെന്ന് മാത്രം. എന്താണ് ആൻസർ വരുന്നത്? INR, ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ് പ്രിസൈസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ആൻറ്റികോഗുലേഷൻ അതായത് ഓറൽ ആൻറ്റികോഗുലൻസ് എടുക്കുന്ന പേഷ്യൻസിൻ്റെ പ്രിസൈസ് ഇൻഡിക്കേറ്റർ എന്താണ്? ആൻറ്റികോഗുലേഷൻ സ്റ്റാറ്റസിൻ്റെ നമ്മളുടെ INR, അതായത് ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ CBT ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 3 പാർട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റം അതുപോലെ ന്യൂമറസിയുടെയും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് കിട്ടാനായിട്ട് ഞാൻ ഓൾറെഡി ഇത് പ്ലേലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ CBTയുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ CBTയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്തൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ വീഡിയോസും ഒന്നിച്ച് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ OET ആണ്, OET റൈറ്റിംഗ് ഒന്നിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഗ്രാമറിനെ കുറിച്ച് വീഡിയോസ് മാത്രം പ്ലേലിസ്റ്റിൽ ഒന്നിച്ചിട്ടിട്ടുണ്ട്. റീഡിങ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് കിട്ടുന്നത്, അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീഡിയോൻ്റെ ഐക്കൺ എടുക്കുമ്പോൾ നമുക്ക് മുകളിലായിട്ട് കുറേ ഹെഡിങ്സ് കാണാൻ കഴിയും. അതൊക്കെ ആ ഹെഡിങ്സിൽ വരുന്ന ഒരു ഹെഡിങ് ആണ് പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്ന് റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, ഗ്രാമർ, CBT, OSCE അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CBT മാത്രം ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും ഇങ്ങനെ സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ CBT പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ CBTയുടെ മാത്രം വീഡിയോസ് ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത സിസ്റ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.